പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഇന്ന് പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് വീണ്ടും ദൈവപാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി കരയറ്റിക്കൊണ്ട് ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, ഒരു പുത്തൻ പുലരി ദൈവം തന്നതോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ആയുസ്സും ആരോഗ്യവും ബലവും സൗഖ്യവും തന്ന കർത്താവിൻ്റെ നാമത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദവചനം വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 16. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. വായിച്ചു കേട്ടത് ന്യായാധിപന്മാർ ജഡ്ജസ് 6:18, 6-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ഇത് കേൾക്കുമ്പോൾ തന്നെ ആരോട് പറഞ്ഞു എന്ന് വാക്യത്തോട് ചോദിക്കുമ്പം അതിന് മറുപടി പറയും, ദൈവം തമ്പുരാൻ യഹോവയുടെ ദൂതൻ വന്ന് ഗിദെയോൻ എന്ന് പറയുന്ന ഒരു ന്യായാധിപനോട്, ഗിദെയോൻ ആ മനുഷ്യനോട് പറഞ്ഞ വാക്കാണിത്. ഈ വാക്കിനകത്ത് ഒരു കോൺട്രവേഴ്സി, ഒരു വിരോധാഭാസം പോലെ തോന്നാം. കാരണം യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. ഒരു മനുഷ്യൻ ഒരു പടയ്ക്ക് മുമ്പേ, ഒരു സൈന്യത്തിന് മുമ്പേ ചെന്ന് ഒരു മനുഷ്യൻ ഒരു സൈന്യത്തെ തോൽപ്പിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, യുദ്ധം നടക്കുന്ന സമയത്ത് 2 രാജ്യങ്ങളുണ്ട്, ഇറാനുണ്ട്, അമേരിക്കയുണ്ട്, അല്ലെങ്കിൽ ഇസ്രയേലോ അടുത്ത ഇറാനും ഉണ്ട്. ഇത് 2 രാജ്യങ്ങൾ തമ്മിലാണ്, 2 സൈന്യങ്ങൾ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യന് മാത്രം ഒരു യുദ്ധത്തിൽ നിൽക്കാൻ പറ്റുമോ? അത് ഇമ്പോസിബിളാണ്, സാധിക്കത്തില്ല. പക്ഷേ യഹോവ പറയുന്ന വാക്ക്, നീ ഒരു മനുഷ്യൻ ഒരുവനായിട്ട് ഒരു സൈന്യത്തെ തോൽപ്പിക്കും. ഇത് സംഭവിക്കണമെങ്കിൽ യഹോവയുടെ ഒന്ന് പറഞ്ഞ സൂപ്പർ നാച്ചുറൽ, അത് പ്രകൃത്യാതീതമായ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടാകണം, അല്ലെങ്കിൽ യഹോവ കൂടെ ഉണ്ടാവണം. ഇത് ദൈവം കൊടുക്കുന്ന ഒരവകാശമാണ്, ഒരു ബലമാണ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറയുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ ഇതിന് തുല്യമായ ഒരു വാക്ക് ദാവീദ് പറയുന്നുണ്ട്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ആ വാക്കും ഇതേ അർത്ഥമാണ്. ഇത് ദൈവം ഗിദെയോനോട് പറയുന്നതാണെങ്കിൽ ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് പറയുന്നൊരു വാക്കാണ്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. ഒരു വ്യക്തി, ഒറ്റ വ്യക്തി, നിന്നാൽ ദൈവം കൂടെയുണ്ടെങ്കിൽ, ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. വിത്ത് ഗാഡ്, ത്രൂ ഗാഡ്, വിത്ത് ഗാഡ്. അതാ ദൈവത്താൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ. അത് പറയുമ്പോൾ ദാവീദ് ഇത് അനുഭവത്തിൽ എന്ന് പറയുമ്പം ഗിദെയോന് ഉറപ്പിച്ചു കൊടുക്കുന്നതാണ്. ദാവീദ് അനുഭവത്തിൽ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ, ദാവീദ് പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഇതൊരനുഭവമാണ്. ഒരിക്കല് ഫെലിസ്ത്യ സൈന്യം മുഴുവൻ ഗോലിയാത്തിന്റെ നേതൃത്വത്തിൽ വന്ന് നിൽക്കുക. രാജാവായ ശൗലും പടജനവും മുഴുവൻ പരാജയപ്പെട്ട് ഒരൊറ്റയാൾ പോലും നേർക്കുനേർ നിൽക്കാനില്ലാതെ നിൽക്കുമ്പോൾ ഒരുവൻ, ഒരു ബാലകൻ, അവന് യുദ്ധാഭ്യാസ മുറകൾ അറിയില്ല, യുദ്ധത്തിൻ്റെ വസ്ത്രമില്ല, വാളില്ല, പരിചയമില്ല, യുദ്ധത്തിൻ്റെ കവണിയും യുദ്ധത്തിൻ്റെ ഒരു പരിചയത്വമില്ലാത്ത ഒരുത്തൻ വന്നു. അവൻ വന്നിട്ട് ചോദിക്കുക, യഹോവയായ ദൈവത്തെ നിന്ദിക്കുന്ന ഈ അഗ്രചർമ്മി ആര്? 2, ഞാൻ അവന് നേരെ ഒന്ന് യുദ്ധത്തിന് പോട്ടെ. എല്ലാവരും തടസ്സപ്പെടുത്തുമ്പം അവൻ പറയുക, ഇല്ല, ഞാനൊന്ന് ട്രൈ ചെയ്യാം, ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒരു കവണയും കല്ലുമായിട്ട് ഒരൊറ്റ ആള് മാത്രമായി ആ ഗോലിയാത്തിന്റെ സൈന്യത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുക. ആ പാഞ്ഞു ചെല്ലുന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാവണമെങ്കിൽ ആ കോൺവെർസേഷൻ നമ്മളത് ശ്രദ്ധിക്കണം. പാഞ്ഞു ചെല്ലുന്ന ഈ കൊച്ചു ചെറുക്കൻ ദാവീദിനോട്, ഗോലിയാത്തെന്ന് വമ്പൻ, ആ മല പോലെ പാറ പോലെയുള്ള മനുഷ്യൻ, ആ മല്ലനായിട്ടുള്ള മനുഷ്യൻ ചോദിക്കുക, നീ എൻ്റെ നേരെ, ജയിച്ചാൻഡിക്കാനുള്ള മനുഷ്യൻ ചോദിക്കുക, നീ എൻ്റെ നേരെ ഒരു വഴിയായിട്ട് വരാൻ ഞാൻ നായാണോ? നീ ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ പിച്ചു ചീന്തി ആകാശത്തിലെ പക്ഷികൾ കരഞ്ഞു കൊടുക്കും. അത് ചെയ്യാൻ കഴിവുള്ള ഒരുവനാ പറയുന്നേ. പക്ഷേ ദാവീദ് തിരിച്ചൊരു വാക്ക് പറയുന്നുണ്ട്. അതാ പ്രസക്തം, അതാ ഈ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനം. ആ വാക്കിങ്ങനെയാ, നീ നിന്റെ വേലിൻ്റെയും നിന്റെ കുന്തത്തിൻ്റെയും നിന്റെ വാളിൻ്റെയും നിന്റെ സൈന്യത്തിൻ്റെയും നിന്റെ ആയുധത്തിൻ്റെയും ബലത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ഞാനിതൊന്നുമില്ല. ഞാനോ നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലത്രേ.
ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണെന്ന്, യേശു കർത്താവിൻ്റെ നാമത്തിലാണെന്ന്, ദാസനായ യേശുവിൻ്റെ നാമത്തിലാണെന്ന്. കുഞ്ഞെ, നീ യേശുവിൻ്റെ നാമത്തിലാണോ? മറ്റൊന്നും വേണ്ട നിനക്ക്. ഇവിടെ പറയുന്ന വാക്കുണ്ടല്ലോ, ഒരൊറ്റ വ്യക്തി എന്നുപോലെ. ഈ ഒരൊറ്റ വ്യക്തി എന്ന് പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു. യേശു മതി, ദൈവം മതി കൂടെ, മറ്റാരും വേണ്ട. ഒരൊറ്റ വ്യക്തിയായിട്ട് പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുന്ന ദാവീദ് പറയാ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അതാ ദൈവത്തിന്റെ പവർ. അതാ ദൈവം കൂടെ ഉണ്ടെങ്കിൽ. ഇവിടെ ആ വാക്കാ ഗിദെയോനോട് പറയുന്നത്. വചനത്തിലേക്ക് വരട്ടെ. യഹോവ അവനോട്, ഗിദെയോനോട് പറയുന്ന വാക്കാ. അപ്പോൾ ഈ ഗിദെയോനോട് വന്ന് സംഭാഷണത്തിന്റെ ആദ്യം പറയുന്നത്, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോൻ ചോദിക്കുന്ന മറുപടി ഇതാ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ യജമാനെ ഈ അർത്ഥമൊക്കെ ഭവിക്കുവോ? ഈ പറഞ്ഞ വാക്ക് ശരിക്കും കേൾക്കാത്തതുകൊണ്ടാണ്. തമ്പുരാൻ പറഞ്ഞ യഹോവ നിന്നോട് കൂടിയുണ്ട്, നിങ്ങളോട് കൂടി ഉണ്ടെന്നല്ല പറഞ്ഞേ. ഇന്ന് രാവിലെ കുഞ്ഞെ, ബാക്കി എല്ലാവരും തെറ്റിപ്പോകുമ്പോൾ, ബാക്കി എല്ലാവരും ആരാധികളാകുമ്പോൾ, മറവിൽ നിന്ന് എൻ്റെ ഓഹരി ഞാൻ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്ത് മറവിൽ നിന്ന് മെതിക്കുന്ന ഗിദെയോനെ, നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ നിന്നോട് കൂടെ ദൈവമുണ്ട്. സമൂഹം മുഴുവൻ പോകുമ്പോൾ, വ്യക്തികൾ മുഴുവൻ പോകുമ്പോൾ, സമൂഹം മുഴുവൻ അല്ലെ പ്രസ്ഥാനം മുഴുവൻ മൂല്യച്യുതി സംഭവിച്ചു എന്ന് പറഞ്ഞ് മാറിപ്പോകുമ്പം, മാറി നിന്ന് ദൈവത്തിനായിട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ പേരിൽ യഹോവ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോനോട് പറഞ്ഞ വാക്കാ, യഹോവ നിന്നോട് കൂടെയുണ്ട്, യഹോവ നിന്നോട് കൂടെയുണ്ട്, യഹോവ നിന്നോട് കൂടെയുണ്ട്. അടുത്ത വാക്കാ, ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ മിഥ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. ഇത് മതി ഉറപ്പ്, ഇതാ ഉറപ്പ്. ഈ ഒരു വാഗ്ദത്തം ഇന്ന് പ്രഭാതത്തിൽ കേട്ടെ. കർത്താവിന് വേണ്ടി ജനം മുഴുവൻ മാറിപ്പോകുമ്പം അവരെ നോക്കാതെ യഹോവയ്ക്ക് വേണ്ടി നിൽക്കുന്ന, കർത്താവിന് വേണ്ടി മാത്രം നിൽക്കുന്ന നിന്നെ നോക്കി ദൈവം പറയും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കുക. ഒരൊറ്റ മനുഷ്യൻ എന്ന പോലെ ഒരു പടജനത്തെ മുഴുവൻ നീ തോൽപ്പിക്കും, മിഥ്യാന്റെ സൈന്യത്തെ മുഴുവൻ തോൽപ്പിക്കും. ഇത് ദൈവത്തിന്റെ ഉറപ്പാണ്. മാനുഷിക ഉറപ്പുകളല്ല, മാനുഷിക വാക്കുകൾ മാറിപ്പോകും. ഇത് ദൈവത്തെ, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവത്തിന്റെ ഉറപ്പാ. കുഞ്ഞെ, നീ ഒരൊറ്റയാള് മതി. നീതിക്ക് വേണ്ടി നീ ഉള്ളോ മതി, സത്യത്തിന് വേണ്ടി നീ ഉള്ളോ മതി. നിന്നെ പരിഹസിക്കുന്നു, നിന്നെ നിന്ദിക്കുന്നു, മാറ്റി നിർത്തുന്നു, ഒറ്റപ്പെടുന്ന സാരമില്ല കുഞ്ഞെ. നീ ഒറ്റയ്ക്ക് നിൽക്കുക, ദൈവം നിന്റെ കൂടെയുണ്ട്. ഒരു ഒറ്റ വ്യക്തിയായിട്ട് മിഥ്യാന്റെ പടയെ നീ തോൽപ്പിക്കും. നിനക്കെതിരെ നിൽക്കുന്ന പടയെ നീ തോൽപ്പിക്കുമ്പോൾ ഒരൊറ്റ വ്യക്തിയായിട്ട്. കാരണം നീ ദൈവത്തിന്റെ കയ്യിൽ, ദൈവത്തിന്റെ സൈന്യം നിന്നോട് കൂടെയുണ്ട്. ആ സർവ്വ സൈന്യാധിപനെ യഹോവ നിന്നോട് കൂടെയുണ്ട്, ഒരൊറ്റ വ്യക്തി അതുപോലെ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നീ ഒന്ന് ഉറച്ചേ, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നേ. കർത്താവിനോട് എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുണ്ട്. അവൻ എന്നോട് പറ്റിച്ചേർന്ന് നിന്നു, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നേ. പേരങ്ങനെ ആവട്ടെ കുഞ്ഞെ, കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്നേ. ദൈവത്തോട് പറ്റിച്ചേർന്നേക്ക്, ദൈവം നിന്റെ കൂടിരിക്കും. നീ പറയും, നിന്റെ സാക്ഷ്യം പറയും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. എൻ്റെ ദൈവത്താൽ, അത് എൻ്റെ ദൈവത്താൽ. ആ ഉറപ്പ് മതി, എൻ്റെ ദൈവത്താൽ. ദാവീദ് പറയുന്ന വാക്കുണ്ടല്ലോ, നീ നിന്ദിക്കുന്ന സൈനികളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. ആ നാമം മതി കുഞ്ഞെ, ആ നാമത്താൽ നടക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി നന്ദി. ഒരൊറ്റ വ്യക്തിയായിട്ട് മിഥ്യാനെ തോൽപ്പിക്കാനുള്ള യഹോവയുടെ ആ സാന്നിധ്യം കൂടെയുള്ളതിനായി നന്ദി. ഇന്ന് ഈ പ്രഭാതത്തിൽ ഗിദെയോനോട് പറയുന്നത് പോലെ, കർത്താവ് ഞങ്ങളോട് കൂടിയിരിക്കുന്ന കർത്താവിൻ്റെ കരത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്ന തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലമാനവും മഹത്വത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.